ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രീ സ്പിന്നാണ് ഗൈസ് നമ്മൾ കറക്കാൻ പോകുന്നത്. നമ്മുടെ ബാറ്റിസ്റ്റൂട്ടയുടെ പാക്കാണ് നമ്മൾ കറക്കാൻ പോകുന്നത് ഗൈസ്. റുമിനിക്കിൻ്റെ പാക്കൊക്കെ ഇറക്കിയത് നിങ്ങൾ കണ്ടതല്ലേ ഗൈസ്. റുമിനിക്കിൻ്റെ പാക്ക് നമ്മൾ അടവടെല്ലാം 3 ചാടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പാക്കിന് ഇപ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ 10 ഫ്രീ സ്പിന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി 17 ഫ്രീ സ്പിൻ ഞാൻ കളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഇനി എനിക്ക് ആരും തരുമെന്ന് എനിക്കൊരു ഒട്ടും പ്രതീക്ഷയില്ല ഗൈസ്. കാരണം നമുക്ക് ഓൾറെഡി ഒഡോനെ കിട്ടിയതാണ് ഈ പാക്കിനകത്തുനിന്ന്. തരുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും സ്പിന്നെടുത്ത് നോക്കാം. അപ്പോൾ ഗൈസ് റുമിനിക്കിൻ്റെ പാക്കിൽ വമ്പൻ തേപ്പായിരുന്നു. 900 കോയിൻ ഉണ്ടായിരുന്നു. എന്നാലും ഒരു ചുണ്ണാമ്പും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ പാക്കിനകത്തുനിന്ന് ആരെ എടുത്തതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കോൺട്രാക്റ്റ് വെച്ച് നിങ്ങൾ ഈ പാക്കിനകത്തുനിന്ന് ആരെ എടുത്തതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുമെന്ന് നോക്കാം ഗൈസ്. 17 സ്പിന്നുണ്ട് എന്തായാലും. അപ്പോൾ ഫ്രീ സ്പിന്നിൽ കിട്ടുമെന്ന് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഫ്രീ സ്പിന്നിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഫ്രീ സ്പിൻ എന്തായാലും നമുക്കൊരു 1 സ്റ്റാറിനെ തന്ന ഓമർ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ രണ്ടാമത്തെ സ്പിൻ എന്തായാലും എടുക്കാം ഗൈസ്. ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല. രണ്ടാമത്തെ സ്പിൻ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. അതും ബേസ് കാർഡാണ്. ഓക്കെ, 2 സ്റ്റാറിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും മൂന്നാമത്തെ സ്പിൻ എന്തായാലും എടുക്കാം ഗൈസ്. ഓക്കെ, സമയം കളയുന്നില്ല ഗൈസ്. ഞാൻ ചുമ്മാ ചടപടാന്ന് ഞാൻ സ്പിൻ ചെയ്ത് പോവാണ്. ഓക്കെ, ഒന്നുമില്ല ഗൈസ്. 3 സ്പിന്നും ഇപ്പോൾ നിലവിൽ വലിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 4ാമത്തെ സ്പിൻ എന്തായാലും എടുക്കാം. ഹെയർ വി ഗോ. 4ാമത്തെ സ്പിൻ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. നോക്കാം എന്തായാലും. ഓക്കെ ഗൈസ്, മേളിൽ കളറൊക്കെ ഉണ്ട്. എന്താണെന്ന് നോക്കാം. ഗൈസ് എപ്പിക് അടിച്ച് ഗൈസ്. 2ാമത്തെ എപ്പിക്കാണ് എൻ്റെ ഈ ഫ്രീ സ്പിന്നിലെ. ആരാ നോക്കാം ഗൈസ്. ഇംഗ്ലീഷ് ലീഗ് നമ്പർ 7 ഈസ് മൈക്കിൾ ഓവനാണ് ഗൈസ്. മൈക്കിൾ ഓവൻ ഗൈസ്. സാധനം കിട്ടി ഗൈസ്. ഞാൻ എടുക്കാനിരുന്നൊരു പ്ലെയറാണ് മൈക്കിൾ ഓവൻ. ഇനിയിപ്പോൾ എനിക്ക് വേറെ ഏതൊരു പ്ലെയർ എടുക്കാമല്ലോ. മൈക്കിൾ ഓവനെ കിട്ടി ഗൈസ്. എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല. റുമിനിക്കിൻ്റെ പാക്ക് വലിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ബാഗിനകത്ത് എനിക്ക് മൈക്കിൾ ഓവനെ തന്നത്. എന്തായാലും താങ്ക് യു കൊനാമി, താങ്ക് യു. ഞാൻ എനിക്ക് എടുക്കാനിരുന്നൊരു പ്ലെയറാണ് മൈക്കിൾ ഓവൻ. എന്തായാലും മൈക്കിൾ ഓവനെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഓ ഗൈസ്, ഞാനിപ്പോൾ റിലീസ് ചെയ്താലും ഞാൻ. ഓക്കെ, ലോക്ക് ചെയ്ത് വെച്ചേക്കാം ഗൈസ്. നമുക്ക് എന്തായാലും അടുത്ത സ്പിൻ എടുക്കാം. ഓക്കെ ഗൈസ്, മൈക്കിൾ ഓവനെ കിട്ടി. എനിക്ക് മതി. ബാക്ക് ടു ബാക്ക് എപ്പിക്ക് അടിക്കുമോ ഇല്ലയോ നോക്കാം ഗൈസ്. നോക്കാം. ഗൈസ്, ബാക്ക് ടു ബാക്ക് എപ്പിക് ഗൈസ്. എനിക്ക് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ബാക്ക് ടു ബാക്ക് ഒക്കെ എപ്പിക്ക് അടിക്കുന്നത്. ഇത് എന്ത് മറിമായം ഗൈസ്. കൊനാമിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആരാ നോക്കാം ഗൈസ്. സ്പാനിഷ് ലീഗാണ് നമ്മുടെ. ഇവൻ്റെ പേര് എന്നിട്ടാണ് ഇല്ലേ, അങ്ങനെ എന്തോ ആണ് ഐസുവിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ആ ചെക്കനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല ഗൈസ്. ബാക്ക് ടു ബാക്ക് ഒക്കെ എപ്പിക്ക് തരുന്നത്. റുമിനിക്കിൻ്റെ ബാക്ക് ഉമാർ വലിപ്പിച്ചതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ബാക്ക് ടു ബാക്ക് ഒക്കെ എപ്പിക്കായിരുന്നു. എന്തായാലും മൈക്കിൾ ഓവനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുയിലിനെയും നമുക്ക് കിട്ടി. അതുപോലെ നമുക്ക് ഓഡോനെയും കിട്ടി ഗൈസ്. ഈ പാക്കിനകത്ത് നമുക്ക് 3 പ്ലേയേഴ്സിനെ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ എനിക്ക് ആരെ കിട്ടിയില്ലെങ്കിലും വിഷയമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി 12 സ്പിന്നും കൂടി ബാക്കിയുണ്ട്. നമുക്ക് എന്തായാലും സ്പിന്ന് ചെയ്ത് നോക്കാം. ഇനിയും നമുക്ക് എപ്പിക്ക് അടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഇനി എന്തായാലും കിട്ടാൻ ചാൻസ് കുറവാണ്. ബട്ട് ഞാൻ ഹാപ്പിയാണ് ഗൈസ്, ഹാപ്പിയാണ്. റുമിനിക്കിൻ്റെ പാക്ക് ഇറക്കിയപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. റുമിനിക്കിനെ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ പാക്ക് കറക്കി ഇതേ 2 എപ്പിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കൂടുതൽ എപ്പിക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, നമ്മളെന്തായാലും അടുത്ത് സ്പിൻ എടുത്തിട്ടുണ്ട് ഗൈസ്. മേളിൽ കളർ മാറുന്നുണ്ട്. ഇല്ല ഗൈസ്, ഇത് ഫേക്ക് ആനിമേഷനാണ്. ഓക്കെ, 3 സ്റ്റാറാണ്. കുഴപ്പമില്ല ഗൈസ്. നമുക്ക് എന്തായാലും 2 എപ്പിക്ക് കിട്ടി. 2 എപ്പിക്കല്ല, 3 എപ്പിക്ക് കിട്ടി. ഓക്കെ, നമുക്ക് നോക്കാം. അടാ എന്തിനാടാ ഈ ആനിമേഷൻ കാണിച്ച് പറ്റിക്കുന്നത്? 3 സ്റ്റാറാണ് ഗൈസ്. ഇവന്മാരുടെ ഈ ആനിമേഷൻ എടുത്ത് കളയണം ഗൈസ്. നമ്മൾക്ക് ഒരുപാട് ആശിച്ചു പോവാണ് ഈ ആനിമേഷൻ കാണുമ്പോൾ ഗൈസ്. ഇനി വെറും 8 ഫ്രീ സ്പിൻ കൂടിയാണ് ഗൈസ് നമുക്ക് ബാക്കിയുള്ളൂ. ഓക്കെ, ബേസ് കാർഡാണ്. ഇനി എനിക്ക് അവന്മാർ തരുമെന്ന് തോന്നുന്നില്ല. ഈ പാക്കിനകത്ത് തന്നെ നമുക്ക് 3 എപ്പിക്കിന് അവന്മാർ തന്നു. ഇനി എനിക്ക് തരുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും എനിക്ക് എടുക്കണം. ഞാൻ മൈക്കിൾ ഓവൻ എടുക്കാമെന്ന് വെച്ചാണ് ഇരുന്നത്. പക്ഷേ മൈക്കിൾ ഓവനെ നമുക്ക് കിട്ടി ഗൈസ്. ഫ്രീ സ്പിന്നിൽ കിട്ടി. അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നില്ല. ഞാനിപ്പോൾ വേറെ ആരും എടുക്കണം. എനിക്ക് ചിലപ്പോൾ ഞാൻ ബാറ്റിസ്റ്റൂട്ടനെ എടുക്കും, അല്ലെങ്കിൽ വാൻ ബൂട്ടനെ നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പിന്നെ അത് എടുക്കാം ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത സ്പിൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബേസ് കാർഡ് തന്നെയാണ്. 4 സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇറക്കിയിട്ട് ആരൊക്കെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഇപ്പോഴും കുറേ പേർക്കൊന്നും കിട്ടാത്തുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ഗൈസ് ഇമാതിരി
ലക്ക് നമുക്ക് വരുന്നത്. കാരണം ഇതിനകത്ത് 300 പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, 300 പ്ലേയേഴ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇപ്പം തന്നെ 3 എപ്പിക്കിന് അവന്മാർ തന്നു. എന്ത് തോന്നിയിട്ടാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും 3 എപ്പിക്കിന് അവന്മാർ തന്നിട്ടുണ്ട്. ഇനി വെറും 5 എപ്പിക്കും കൂടിയാണ് ഗൈസ് ഇതിനകത്ത് ബാക്കിയുള്ളത്. 5 എപ്പിക്കിനകത്തുനിന്ന് ഞാൻ ഒരാളെയും കൂടി എടുക്കും ഗൈസ്, കോൺട്രാക്റ്റ് വെച്ചിട്ട്. അപ്പോൾ അതാരെ എടുക്കണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ബാറ്റിസ്റ്റൂട്ട് തന്നെയാണ് ഗൈസ് എടുക്കത്തുള്ളൂ. കുറേ സെൻറ്റർ ഫോർവേഡ് ആയാലും തൊല്ലയാണ്. എന്തായാലും നോക്കാം. എന്തായാലും സ്പിന്നെടുത്ത് നോക്കാം. ഓക്കെ, ഹെർവിഗോ വരാൻ നോക്കാം. ആരാണ്? ഓക്കെ, ബേസ് കാർഡാണ് ഗൈസ്. നോ പ്രോബ്ലം ഗൈസ്, നോ പ്രോബ്ലം. 3 എപ്പിക്കൊക്കെ കിട്ടിയില്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? ഓക്കെ, ഇനി ഗൈസ് 3 സ്പിന്നും കൂടെയാണ് ബാക്കിയുള്ളൂ. 3 സ്പിന്നുള്ളൂ. ഓക്കെ, സ്പിന്നെടുത്തിട്ടുണ്ട്. മേളിൽ കമ്പത്തിലൊക്കെ പൊട്ടുന്നുണ്ട്, പക്ഷേ എപ്പിക്കല്ല, 4 സ്റ്റാറിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത സ്പിൻ എടുക്കാം. അടുത്ത സ്പിൻ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലാസ്റ്റ് സ്പിന്നാണ്. നോക്കട്ടെ. ഓക്കെ, ബേസ് കാർഡാണ് ഗൈസ്. ഇനി എന്തായാലും കിട്ടുമെന്ന് തോന്നുന്നുള്ള എപ്പിക്ക്. ഓക്കെ, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്കൊരു വിഷയമല്ല ഗൈസ്. കാരണം നമുക്ക് 3 എപ്പിക്ക് കിട്ടി, പിന്നെ എന്തിനാണ്. ഓക്കെ, ലാസ്റ്റ് സ്പിന്നാണ് ഗൈസ്. ലാസ്റ്റ് സ്പിൻ ഞാൻ എടുത്തിട്ടുണ്ട്. നോക്കാം ആരാണ്. 3 സ്റ്റാറാണ് ഗൈസ്. നോ പ്രോബ്ലം ഗൈസ്, നോ പ്രോബ്ലം. അപ്പോൾ ഗൈസ് എന്തായാലും താങ്ക് യു കൊനാമി. നമുക്ക് 3 എപ്പിക്കിനെ പാക്കിനകത്ത് നിന്ന് തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും ആ പ്ലേയേഴ്സിനൊക്കെ പിടിച്ച് എന്തായാലും സ്ക്വാഡിലേക്ക് ഇടാം ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്ക്വാഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ സ്പിൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ മെയിൻ ഒരു സ്ക്വാഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ സ്ക്വാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടിയ പ്ലേയേഴ്സിനെ എന്തായാലും നമുക്ക് ഇടാം. അവിടെ സോർട്ട് ബൈ ഓർഡർ ഓഫ് സൈനിങ്. യെസ്, ഈസ് മൈക്കിൾ ഓവൻ ഗൈസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല ബാക്ക് ടു ബാക്ക് ഒക്കെ അടിക്കുമെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവനെ ജൂലി അങ്ങനെ എന്തൊക്കെയാണ് വിളിക്കണേ. അപ്പോൾ നമ്മളെന്തായാലും റൈറ്റ് വിങ് യമാലിനെ മാറ്റിയിട്ട് ജൂലിനെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൈക്കിൾ ഓവൻ 104 റേറ്റ് എന്തോ കയറും.